നമ്മുടെ സമൂഹത്തിൽ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് ലക്ഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർ ആയി കഴിഞ്ഞ് ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്ത് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ചുമ്മാതെ ഇരുന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഇപ്പം ഓക്കെ, വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരും അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കാരും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് പെൻഷൻ കിട്ടുമ്പോഴത്തേക്കും ലക്ഷങ്ങളും ആയിരങ്ങളും കൊടുക്കും, ഒരുപാട് ക്യാഷ് കൊടുക്കും. ഒരു സാധാരണക്കാരന് വാർദ്ധക്യ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൊടുക്കും, ഇല്ല എന്നൊന്നും പറയുന്നില്ല, കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പം പല സംസ്ഥാനങ്ങളും ഡിപ്പെൻസ്, അതായത് മാറിക്കൊണ്ടിരിക്കും, കൊടുക്കുന്ന ആനുകൂല്യ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ പറഞ്ഞാലും ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ് ജോലി ചെയ്ത് റിട്ടയർ ആവുന്ന ഒരാൾക്ക് നല്ല പെൻഷൻ കൊടുക്കും. സാധാരണ രീതിയിൽ കൂലിപ്പണി വെച്ച് നടക്കുന്ന ഒരാൾക്ക് വലിയ പെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് സംഭവം എന്താണ്? ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേക്കും നിങ്ങളിൽ കുറേ പേര് പറയും നിനക്ക് അറിവില്ല, നിനക്ക് ബോധമില്ല, നീ സ്കൂളിൽ പോയിട്ടില്ല, സിസ്റ്റം അങ്ങനെയാണ്, ലോ ഇങ്ങനെയാണ്, റൂൾസ് ആണ് അതൊക്കെ. ഈ സിസ്റ്റവും ലോയും റൂൾസൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇക്വാലിറ്റി, സമത്വം. സമത്വം എന്ന് കൊട്ടിഘോഷിക്കാൻ എല്ലാവർക്കും 100 നാവാണ്. പക്ഷെ സമത്വം ശരിക്കും സമൂഹത്തിലുണ്ടോ? ഇക്വാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിനും അടയും. സിസ്റ്റത്തെ എന്നെ പോലെയൊക്കെ പുറത്തു നോക്കിക്കാണുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ റിയാലിറ്റി എന്താണെന്ന്. ബാക്കി എല്ലാവന്മാരും അടിച്ചു വിടും, ഞാൻ വലിയ ക്വാളിഫൈഡ് ആണ്, എനിക്ക് PhD ഉണ്ട്, എനിക്ക് MA ഉണ്ട്, BA ഉണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ട്, അങ്ങനെയൊക്കെ പറയും. നിനക്ക് എന്തുണ്ട്, നിനക്ക് എന്ത് അർഹതയുണ്ട് പറയാൻ? എനിക്ക് അർഹതയുണ്ടെന്ന് ഞാനിത് നോക്കിക്കാണുന്ന വ്യക്തിയാണേ. ഓക്കെ, അപ്പം കുറേ പേര് പറയും ഇത് റൂൾസ് ആണ്, റെഗുലേഷൻസ് ആണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നില്ല ഇക്വാലിറ്റി, എല്ലാവരും തുല്യമായിട്ട് കാണുമെന്ന് പറയുന്നത്. പക്ഷെ തുല്യമായിട്ട് എവിടെയാണ് കാണുന്ന ആൾക്കാർ? കാണാൻ പറ്റുമോ? നോ വേ മാൻ, നോ വേ. ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സ്കാമാണ്. ഓക്കെ, അതൊരിക്കലും ജാതി, മതം, ഫൈനാൻഷ്യൽ ഇക്വാലിറ്റി, നിറം, ഇങ്ങനെ എല്ലാം നോക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ലോകത്തുള്ളത്. ഓക്കെ, എത്രയൊക്കെ നോക്കല്ലെന്ന് പറഞ്ഞാലും കുറച്ച് പേരൊക്കെ ജീവിതത്തിൽ അതൊക്കെ ആപ്ലിക്കബിൾ ആക്കുമെങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള അൺഈക്വൽ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ഇനക്വാലിറ്റിയാണ് ഫൈനാൻഷ്യൽ ഇനക്വാലിറ്റി എന്ന് പറയുന്നത്. അതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ, സിസ്റ്റം പറയുന്ന കേട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഗവൺമെൻറ് ജോലി മേടിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞ് റിട്ടയർ ആവുന്നവന് ഇഷ്ടം പോലെ പെൻഷൻ കൊടുക്കും. ഇത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പെൻഷൻ കൊടുക്കണം. ഓക്കെ, ഒരു ലിമിറ്റഡ് എമൗണ്ട് കൊടുക്കണം. തൊട്ടപ്പുറത്തൊരുത്തൻ അവന് ഈ സമൂഹത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവനും ടാക്സ് മണി പേ ചെയ്യുന്നുണ്ട്, അവനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവൻ കെട്ടിപ്പൊക്കുന്ന ഒരു ബിൽഡിങ്, അതിലായിരിക്കും ഒരു ഗവൺമെൻറ് സ്ഥാപനം വരുന്നത്. അവൻ ഒരു സാധാരണക്കാരൻ ഓടിക്കുന്ന ഓട്ടോയിലായിരിക്കും ഒരു ഗവൺമെൻറ് എംപ്ലോയി ഓഫീസിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരു സാധാരണക്കാരൻ പോയി പണിയുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ വീട്ടിലുള്ള പറമ്പിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കൊന്നുമില്ല, അവന് ചെറിയ തുച്ഛമായ പെൻഷനും ആനുകൂല്യങ്ങളൊക്കെ ഉള്ളൂ. മറ്റൊരുത്തിന് സിസ്റ്റം പറയുന്നത് കേട്ട് പഠിച്ചു, സിസ്റ്റം പറയുന്നുണ്ട് ജോലി മേടിച്ചു, പരീക്ഷ എഴുതി, അവന് ജോലി ചെയ്തു, അവൻ സിസ്റ്റത്തിൻ്റെ അകത്ത് സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഇഷ്ടം പോലെ സാലറി, പെൻഷനും കാര്യങ്ങളൊക്കെ. മറ്റവന് ചെയ്തേ പണി, അവനെന്ത് കൊടുത്തു? തുച്ഛമായ പെൻഷൻ. എന്നിട്ട് ചീത്തപ്പേര്, അവൻ പഠിക്കാൻ പോയില്ല, അവൻ സ്കൂളിൽ പോയില്ല, അവൻ പഠിച്ചില്ല, അതുകൊണ്ട് അവൻ കൂലിപ്പണി എന്താണ് കുഴപ്പം? എന്നിട്ടാണ് കൂലിപ്പണിക്ക് ഓട്ടോ ഓടിക്കുന്നതിൻ്റെ ഒരു മോശം പണിയായി മാറിയത്. നമ്മുടെ സ്കൂളിൽ ഓരോ അധ്യാപകനുണ്ടല്ലോ ഇങ്ങനെ പറയുന്നു, ഇഷ്ടം പോലെ അധ്യാപകർ എക്സാമ്പിൾ പറയാറുണ്ട്. പിള്ളേർ പഠിത്തത്തിൽ പുറത്തു പോകുമ്പോഴത്തേക്കും പറയും നീ പഠിച്ചില്ലെങ്കിൽ നീ ഓട്ടോ ഓടിക്കേണ്ടി വരും, നീ കൂലിപ്പണിക്ക് പോകേണ്ടി വരും, നീ പശുവിനെ വളർത്തേണ്ടി വരും എന്നൊക്കെ പറയും. ഇതിനൊക്കെ എന്താ കുഴപ്പം? ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള പണിയല്ല. ഓരോ മനുഷ്യൻ അവനെ കൊണ്ട് സാധിക്കുന്ന പണി ചെയ്യും, സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യും. ഓക്കെ, പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നതൊക്കെ പല അധ്യാപകരും ഇത് പറയാറുണ്ട്. അതായത് നീ പഠിച്ചില്ലെങ്കിൽ നീ ഓട്ടോ ഓടിക്കേണ്ടി വരും. ഓട്ടോയ്ക്ക് തന്നെ കുഴപ്പമേ. നമ്മുടെ നാട്ടിലോടുന്ന പിയാഗിയോ എന്ന് പറയുന്ന ഓട്ടോ ബ്രാൻഡ്, ഓട്ടോ ഇറക്കുന്ന കമ്പനി, അത് ഇറ്റാലിയൻ കമ്പനിയാണ്. നമ്മുടെ ലംബോർഗിനി, ഫെറാറി, ആൽഫ റോമയോ, അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് മാൾഡീനി, ഡെൽപിയറോ, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മോഡൽസ്, ഫേമസ് ആയിട്ടുള്ള റേസേഴ്സ്, റേസിംഗ് ടീമുകൾ, ഇതൊക്കെ വന്നേക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ആ ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് ഈ പിയാജിയോ എന്ന് പറയുന്ന ഓട്ടോയിൽ. എത്ര പേർക്ക് അറിയായത്? അതുപോലെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ, അവർ കൂലിപ്പണി ചെയ്യുന്നതുകൊണ്ടും കൃഷിക്കാർ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് എംപ്ലോയി തിന്നണമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നെ വേറൊന്നുമില്ല, ആരുടെയും പെൻഷൻ കട്ട് ചെയ്യണമെന്നൊന്നുമല്ല. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഈക്വലായിട്ട് കൊടുക്കുക. അവിടെ അപ്പം ഇക്വാലിറ്റി ഇല്ലല്ലോ. ഇക്വാലിറ്റി എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം.
ഈക്വാലിറ്റി അവിടെ വേണം, സമത്വം ഇവിടെ വേണം. പക്ഷെ സമത്വം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, അതല്ലേ കുഴപ്പം. സമത്വം കൊണ്ടുവരാൻ പറ്റത്തില്ല. സമത്വം എന്ന് പറഞ്ഞ സംഭവം ലോകത്ത് ആപ്ലിക്കബിൾ അല്ലെന്നേ. ഇങ്ങനെ ഈ 24 മണിക്കൂറും സമത്വം, ഇക്വാലിറ്റി, അത് ഇതെന്ന് പറയാന്നല്ലാതെ അത് റിയലി പോസിബിൾ അല്ല. അത് വിടുക. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു അപ്ലൈ ഇക്വാലിറ്റി ഇൻ അവർ സൊസൈറ്റി. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ് കാൻ ബി ഡൺ. ദാറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, ഇറ്റ് കാൻ ബി ഡൺ. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, അപ്പം ഈ പറയുന്ന ടീംസ് ഞങ്ങൾ വലിയ ക്വാളിഫൈഡ് ആണ് ഞങ്ങൾക്ക് പറയാം നീ പൊട്ടനാണ്, നിനക്ക് ഇപ്പം എന്നോടൊക്കെ പറയും നീ എന്ത് വിളിച്ചു പോകുന്നത്, നീ എന്തായി വിളിച്ചു പോകുന്നത്. പെൻഷൻ അത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ച് ജോലി ചെയ്ത് കിട്ടുന്ന ഒരു നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നതാണ് പെൻഷൻ. അപ്പം ഈ വെയിലത്ത് പണിയുന്നവനോ, വെയിലത്ത് എല്ലും മുറിയപ്പാണെന്ന് കുടുംബം നോക്കി ടാക്സ് പഠിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരോ, അപ്പം അവനതൊന്നുമില്ല. അവൻ കൂലിപ്പണിക്കാരൻ. അവൻ എക്സാമ്പിൾ പിള്ളേർ സ്കൂളിൽ പഠിക്കാതെ ആകുമ്പോഴത്തേക്കും എക്സാമ്പിൾ വെച്ച് അപമാനിക്കാനുള്ളതാണ്. കൂലിപ്പണിക്ക് പോകുന്നവനെ, ഓട്ടോ ഓടിക്കുന്നവനെ, പെയിൻറ്റിങ് പണിക്ക് പോകുന്നവനെ, കൺസ്ട്രക്ഷൻ വർക്കറെ, ലോട്ടറി വിൽക്കുന്നത്, ഇതൊക്കെ അപമാനിക്കാനുള്ള കുറച്ച് ജോലികളാണ്. അധ്യാപകർക്ക് മൂത്ത് കയറുമ്പോഴത്തേക്കും പറയാനായിട്ടോ നീ പഠിച്ചില്ലെങ്കിൽ നീ ഓട്ടോ ഓടിക്കുന്നവനാവും, നീ കൂലിപ്പണിക്ക് പോകുന്നവനാവും എന്ന് പറയാം. കൂലിപ്പണിക്കാരൻ കൂലിപ്പണി ചെയ്യുന്നേ, ഓട്ടോക്കാരൻ ഓട്ടോ ഓടിക്കുന്നേ, അത് അവൻ്റെ പണിയാന്നേ. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സൈഡിൽ ഒരു ജോലി കെട്ടിപ്പോക്കി വലിയ എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ച് അതിൽ പണി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പെൻഷൻ കൊടുക്കുമ്പോഴത്തേക്കും മറ്റൊരു സൈഡിൽ അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കും സമൂഹം? നത്തിങ്. അവനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുമ്പോൾ സ്കൂൾ പിള്ളേർ പഠിക്കാതെ വരുമ്പോഴത്തേക്കും അവരെ കാട്ടിക്കൊടുത്തിട്ട് ഇവനെ പോലെ ആകും എന്ന് പറയാനായിട്ട് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടിയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയല്ല, ആ ഒരു ഐഡിയോളജി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം നമ്മുടെ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ. എവ്രിബഡി ഡിസേർവ്സ് ദ സെയിം പെൻഷൻ. ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും പണി ചെയ്തിട്ടുള്ളത്, അതായത് പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് പെൻഷൻ കൊടുത്താൽ എന്താണ് കുഴപ്പം? പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽസ് വരും, ഇങ്ങനെ കാര്യങ്ങൾ തള്ളിക്കളയും. ലോകം അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല. ഓക്കെ, സിസ്റ്റം ഇങ്ങനെയാണ് സിസ്റ്റത്തിൻ്റെ കളിയാണ് അതെല്ലാം. സിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, ട്രാപ്പാക്കാനും നമ്മളെ കൊണ്ട്, അതായത് മനുഷ്യനെ കൊണ്ട് മനുഷ്യനെതിരെ തിരിയിക്കാനായിട്ട്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുക്കാനായിട്ടുള്ള ഐഡിയ ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റം അങ്ങനെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതുവരെ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും നിങ്ങളെല്ലാവരും തുല്യരാണ്, നിങ്ങളെല്ലാവരും കൂട്ടുകാരാണ്, നിങ്ങളെല്ലാവരും അതാണ് മറ്റാണ് മറിച്ചാണ്, തേനും പാലും ഒഴുകണം. ആരുടെ അവിടെ ചോര ഒഴുക്കുന്ന ഒരു ഐഡിയോളജിയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഒരു കാര്യം അറിയത്തുള്ളൂ, ഇങ്ങനെ ചോര ഒഴുക്കാമെന്ന്. സുഹൃത്തുക്കളെ എങ്ങനെ തെറ്റിക്കാം, സമൂഹത്തെ എങ്ങനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാം. ഇക്വാലിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഭാവിയിൽ ലോകം മുഴുവൻ ഇക്വാലിറ്റി ആകും, ഭാവിയിൽ എല്ലാവരും തുല്യരാകും, ആരുടെ ഇവിടെ അതൊന്നും നടക്കാൻ പോണില്ല. അതൊന്നും എല്ലാവരും അറിയാവുന്ന കാര്യമില്ലത്. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക, ചുമ്മാ എല്ലാ ദിവസവും പറയുമല്ലോ എന്ന് ഞങ്ങൾ അതിങ്ങനെയാണ് അങ്ങനെയാണ്, ഞങ്ങൾ എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ഒരുപോലെയാണ്, സമത്വമാണ്, മറ്റാണ് മറിച്ചാണ്, അത് പറയാം. അല്ലാതെ അത് ആപ്ലിക്കബിൾ ഒന്നും അല്ലത്. ചുമ്മാ ഇങ്ങനെ തൊണ്ട പൊട്ടുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കുക.